ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഒഴിഞ്ഞ ടേപ്പിൻ്റെ റോൾ എടുത്തിട്ടുണ്ട്. അത് വലുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒരുമിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ടൊരു പഴയ തുണി കഷ്ണം ഉണ്ടെങ്കിൽ അതെടുക്കാം. അത് ഏത് വേണമെങ്കിലും കളർ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ റോളിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് നിൽക്കുന്ന രീതിയിൽ ഇരട്ടിയായിട്ട് അളവിന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ബാക്കി വരുന്നത് അകത്തോട്ടിടണം. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അത് ആ റോളിൻ്റെ വാവട്ടത്തിനനുസരിച്ച് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. തുണി കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അതേ തുണി കൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ റോളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഫോം ഷീറ്റ് എടുക്കുക. അതേ വാവട്ടത്തിനനുസരിച്ച് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് തിരികെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ റോളിൻ്റെ പകുതി താഴത്തുനിന്ന് മുകളിലേക്ക് പകുതി വരെ നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. ജൂട്ട് ത്രെഡിനും വൈറ്റ് ത്രെഡോ വൂളൻ ത്രെഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ അത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ ഫെവിബോണ്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു പ്ലാസ്റ്റിക് പാത്രമോ അതിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഐസ്ക്രീം പാത്രത്തിൻ്റെ അടപ്പോ ഇതുപോലത്തെ അമൂലിൻ്റെ അടപ്പോ ഏത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ജൂട്ട് ത്രെഡ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ടൊരു കുഞ്ഞടപ്പ് എടുക്കുക. കുഞ്ഞടപ്പ് ഫെവിക്കോളിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്കൊന്ന് ത്രെഡ് കൊണ്ട് ചുറ്റിയെടുക്കണം. അത് നമുക്ക് എന്നതിന് ശേഷം നമുക്ക് ഇതും നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഗോൾഡൻ പൗഡർ വെച്ച് തേച്ച് കൊടുത്തു. എല്ലായിടത്തും ഗോൾഡൻ കളർ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ 1 സൈഡ് സ്റ്റിക്കിംഗ് സ്റ്റോണോ ബട്ടൺസോ മുത്തുകളോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ കിട്ടിയില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.